KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ്. റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചാവേർ ആക്രമണമുണ്ടായേക്കുമെന്ന് റിപ്പോർട്ട്. അമിത്ഷാ വീണ്ടും BJP ദേശീയ അധ്യക്ഷൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രാജിവെക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. കലയും ആവിഷ്കാരങ്ങളും സാംസ്കാരിക പുരോഗതിക്ക് ഉപകരിക്കുന്നതാകണം ഡോക്ടർ ഫാറൂഖ് നഈമി. ഖത്തറിൽ ഇനി ഫാമിലി വിസിറ്റ് വിസ ലഭിക്കാൻ വാടക കരാർ അറ്റസ്റ്റേഷൻ നിർബന്ധം. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക് ദിനത്തിൽ ചാവേറുകളെ ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കു നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കരുതുന്നത്. 12നും 15നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇതിനായി പരിശീലനം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ആഘോഷവേളകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വകവയ്ക്കാതെ പ്രധാനമന്ത്രി ജനങ്ങൾക്കും കുട്ടികൾക്കും ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പതിവാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടയിൽ മോഡി കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. ഇത് തീവ്രവാദികൾ മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കരുതുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗമായ SPG യൂണിറ്റിനും പോലീസിനും ഇന്റലിജൻസ് കൈമാറിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ സുരക്ഷാ വലയം വിട്ട് പുറത്തു പോകരുതെന്ന് മുതിർന്ന SPG ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായാണ് വിവരങ്ങൾ. ഭീകരാക്രമണ ഭീഷണി ഉള്ളതിനാൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ ഒലാൻഡോയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യാതിഥി. KPCC പ്രസിഡന്റിനോടുള്ള അതൃപ്തി വീണ്ടും പ്രകടമാക്കി കെ ബാബു. രാജിതീരുമാനം KPCC പ്രസിഡന്റിനെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് ബാബു പറഞ്ഞു. VM സുധീരന്റെ നിലപാടുകളോടുള്ള കടുത്ത പ്രതിഷേധമാണ് ബാബുവിന്റെ വാക്കുകളിൽ പ്രകടമായത്. വേറെ ആരും കണ്ടില്ലല്ലോ, മുഖ്യമന്ത്രിക്കല്ലേ രാജി കൊടുക്കുന്നത്, KPCC പ്രസിഡന്റ് അല്ലല്ലോ. അല്ല, ഞാൻ വിളിക്കാൻ ശ്രമിച്ചത്. ധാർമ്മികത ഉണ്ടെങ്കിൽ ലാവ്ലിൻ കേസിൽ ആരോപണ വിധേയനായ പിണറായി നവകേരള യാത്ര നിർത്തണമെന്ന് കെ ബാബു പറഞ്ഞു. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിക്കാട്ടാനാണ് താൻ രാജിവെച്ചതെന്നും ഈ മാന്യത പിണറായിയും കാണിക്കണമെന്നും കെ ബാബു പറഞ്ഞു. തനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പിണറായിക്ക് രാഷ്ട്രീയ മാന്യത ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസ്ഥാനം രാജിവെച്ചതിനു ശേഷം തൃപ്പൂണിത്തുറയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട പിണറായി കരക്കാനുള്ള നിൽക്കണേ, ഇപ്പൊ കരയാനുള്ള നിൽക്കണത് അതിലൊന്നും പറയാനില്ല. CBIയുടെ കേസിൽ 8ാം പ്രതിയല്ലേ അദ്ദേഹം. യഥാർത്ഥത്തിൽ അദ്ദേഹം ജാഥ എന്ന് പിന്മാറേണ്ടതാണ് ആവശ്യം. ആ ധാർമ്മികത, ഞാൻ കാണിച്ച ധാർമ്മികത അദ്ദേഹത്തിനുണ്ടെങ്കിലേ അദ്ദേഹം ചെയ്യേണ്ടതെന്ന് അറിയാമോ, ജാഥ എന്ന് പിന്മാറണം. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ ഒലാൻഡോ ഇന്ത്യയിലെത്തി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് ചണ്ഡീഗഡിൽ വിമാനമിറങ്ങിയ ഒലാൻഡോ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും ഫ്രാൻസും പ്രതിജ്ഞാബദ്ധമാണ്. പത്താൻകോട്ട് ആക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെടാൻ ഇന്ത്യക്ക് അവകാശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് അഭിനന്ദിച്ചു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റഫേൽ യുദ്ധവിമാന ഇടപാട് ശരിയായ ദിശയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രഞ്ച് പ്രസിഡന്റ് റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. വിജിലൻസിനെതിരെ കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തരമായി രാജിവെക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. അടുത്ത കാലത്ത് വിജിലൻസിനു നേരെ ഉയർന്ന വിമർശനങ്ങളിലൂടെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആഭ്യന്തരമന്ത്രി യോഗ്യനല്ലെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കെ ബാബുവിനു നേരെ മാത്രമുണ്ടായ പ്രശ്നമല്ല, ഉമ്മൻചാണ്ടിക്കു നേരെ കൂടിയാണ്. അതിനാൽ ഉമ്മൻചാണ്ടിയും രാജിവെച്ച് ഒഴിയണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കെ ബാബു ഉയർത്തുന്ന ഗൂഢാലോചന ആരോപണം ഈ കേസിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്. CPMനെതിരെയുള്ള കെ ബാബുവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ദേശീയ അധ്യക്ഷനായി അമിത്ഷാ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. മോദിയെ കൂടാതെ മന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, JP നഡ്ഡ, മുഖ്താർ അബ്ബാസ് നഖ്വി, വെങ്കയ്യനായിഡു എന്നിവരാണ് ഷായുടെ പേര് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. എതിരില്ലാതെയാണ് അമിത്ഷാ തിരഞ്ഞെടുക്കപ്പെട്ടത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെല്ലാം ഷായെ പിന്തുണച്ചു. 51കാരനായ അമിത്ഷാ 2014 ജൂലൈയിലാണ് BJP ദേശീയ അധ്യക്ഷനാകുന്നത്. അതേസമയം മുതിർന്ന നേതാക്കളായ LK അഡ്വാനി, മുരളി മനോഹർ ജോഷി, യശ്വന്ത് സിൻഹ എന്നിവർ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു.
അരുണാചൽ പ്രദേശിൽ രാഷ്ട്രപതി ഭരണത്തിന് കേന്ദ്ര മന്ത്രിസഭ ശുപാർശ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര ക്യാബിനറ്റാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. തീരുമാനം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചു. നബാം ടുക്കിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെ ഗവർണർ പുറത്താക്കുകയും കോടതി ഇത് മരവിപ്പിക്കുകയും ചെയ്തത് രാഷ്ട്രീയ വിവാദമായിരുന്നു. അതിനു പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി ഹോം സ്റ്റേയിൽ താമസിക്കാനെത്തിയ യുവാവിനെ കെട്ടിയിട്ട് ഒപ്പമുണ്ടായിരുന്ന യുവതിയെ 6 പേരടങ്ങുന്ന സംഘം ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിന് നേതൃത്വം നൽകിയ ഫോർട്ട് കൊച്ചി സിവിൽ പോലീസ് ഓഫീസർ അബ്ബാസിന്റെ മകൻ അഫ്സൽ ഒഴികെയുള്ള പ്രതികൾ പോലീസ് പിടിയിലായി. ഹോം സ്റ്റേ ജീവനക്കാരനായ ക്രിസ്റ്റി, അൽത്താഫ്, ഇജാസ്, സജു, അപ്പു എന്നിവരാണ് പിടിയിലായത്. യുവതിയെ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈലിൽ പകർത്തി. പീഡനം നടന്ന് 2 മാസമായെങ്കിലും ഇതുവരെ വിവരം പുറത്തുവിടാനോ പോലീസിൽ പരാതി നൽകാനോ ഇവർ തയ്യാറായില്ല. മൊബൈലിൽ പകർത്തിയ പീഡന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പണത്തിനു പുറമെ സ്വർണ്ണാഭരണങ്ങളും കാറും തട്ടിയെടുത്തിട്ടുണ്ട്. നാട്ടിലിറങ്ങിയ ഒറ്റയാനോടൊപ്പം സെൽഫിയെടുക്കാൻ ശ്രമിച്ച 15-കാരനെ ആന ചവിട്ടിക്കൊന്നു. ബീഹാറിലെ അരാരിയ ജില്ലയിലെ ചന്താപൂർ ഗ്രാമത്തിലാണ് സംഭവം. വനത്തിൽ നിന്നും വഴിതെറ്റി നാട്ടിലിറങ്ങിയ ആനയാണ് മിഥുൻ പാസ്വാൻ എന്ന കുട്ടിയെ ചവിട്ടിക്കൊന്നത്. ആനയെ വീക്ഷിക്കാൻ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു കുട്ടി. ഇതിനിടയിൽ പലരും ഫോട്ടോയും എടുത്തു. ആളുകൾ നടന്നുവരുന്നത് കണ്ട ആന പരിഭ്രാന്തിയോടെ മിഥുനും കൂട്ടുകാർക്കും നേരെ തിരിഞ്ഞു. എന്നാൽ സെൽഫി എടുത്തുകൊണ്ടു നിന്ന മിഥുൻ ആന വരുന്നത് ശ്രദ്ധിച്ചില്ല. ആന ചവിട്ടിയരച്ച മിഥുനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ഖത്തറിൽ കുടുംബാംഗങ്ങൾക്ക് വിസിറ്റ് വിസ ലഭിക്കുന്നതിന് നഗരസഭ സാക്ഷ്യപ്പെടുത്തിയ കെട്ടിട വാടക കരാർ നിർബന്ധമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ മുനിസിപ്പാലിറ്റി അറ്റസ്റ്റേഷൻ ഇല്ലാതെ വിസക്ക് അപേക്ഷിക്കാനെത്തിയവരെ അധികൃതർ തിരിച്ചയച്ചു. നേരത്തെ റെസിഡൻസ് വിസകൾക്കാണ് വാടക കരാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നത്. ഫാമിലി വിസക്ക് വാടക കരാർ വേണമെങ്കിലും അറ്റസ്റ്റേഷൻ ഇല്ലാതെ ലഭിച്ചിരുന്നു. ചില ഘട്ടങ്ങളിൽ വാടക കരാർ ഇല്ലാതെയും വിസ അനുവദിച്ചിരുന്നു. 3 കാര്യാലയങ്ങളിൽ അപേക്ഷിച്ചിട്ടും ഫാമിലി വിസ അപേക്ഷ നിരസിക്കപ്പെട്ടുവെന്നും ഒരാഴ്ചയായി അറ്റസ്റ്റേഷൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നുണ്ടെന്ന് കൌണ്ടർ ഉദ്യോഗസ്ഥൻ അറിയിച്ചതായി സ്വകാര്യ കമ്പനി PRO അബ്ദുള്ള അറിയിച്ചു. കുടുംബ വിസ അനുവദിക്കുന്നത് രാജ്യത്ത് നേരത്തെ കർക്കശമാക്കിയിരുന്നു. ശമ്പളം, പ്രൊഫഷൻ പോലുള്ള നിബന്ധനകൾ ശക്തമായപ്പോൾ വലിയൊരു ശതമാനം ആളുകൾ വിസിറ്റ് വിസകളിൽ അഭയം പ്രാപിച്ചു. വിസിറ്റ് വിസയിൽ വരുന്നവർ അധിക പേരും താത്കാലിക കെട്ടിടങ്ങളാണ് താമസിക്കാൻ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ നിയമം ശക്തമാക്കിയത് കുടുംബങ്ങളെ തൽക്കാലത്തേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവരാൻ കരുതിയിരുന്നവർക്ക് തിരിച്ചടിയാകും. ജാമിയ സാരിയ സ്ഥാപിതമായതു മുതൽ 4 പതിറ്റാണ്ടിലേറെ കാലം ജാമിയ സാരിയുടെ പ്രസിഡന്റായി സേവനം ചെയ്ത താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയുടെയും 3/4 നൂറ്റാണ്ടുകാലം സമുദായത്തെ മുന്നിൽ നിന്ന് നയിച്ച നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും വിയോഗത്തിന്റെ സ്മരണകൾ അയവിറക്കി ദമ്മാമിൽ സംഘടിപ്പിച്ച സാദിയ വാർഷിക സമ്മേളന പ്രചാരണത്തിന് പ്രൌഢമായ സമാപനം. സാദാത്തുക്കളെയും ഉലമാക്കളെയും സമൂഹത്തിൽ 2ാം സ്ഥാനക്കാരായി കാണുകയും ഭൌതിക ലാഭത്തിനു വേണ്ടി അവരെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് താജുൽ ഉലമ സമസ്തയുടെ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നും താജുൽ ഉലമയുടെ കടന്നുവരവോടെയാണ് ഈ സംവിധാനത്തിന് മാറ്റം വന്നതെന്നും അതിന്റെ ഫലമായിട്ടാണ് നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും സുന്നി സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും നേതൃത്വം നൽകാനും പ്രചോദനമായതെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ICF നാഷണൽ വൈസ് പ്രസിഡന്റ് മുഹീദ്ദീൻ സാദി കൊട്ടുക്കര അഭിപ്രായപ്പെട്ടു. സഹിഷ്ണുതയുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ ICF സൗദി നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രബന്ധരചനാ മത്സരത്തിൽ വിജയികളെ പ്രഖ്യാപിച്ചു. യൂസുഫ് K റിയാദ് 1ാം സ്ഥാനവും KK മുഹമ്മദ് അലി ബുഖാരി അൽ ഖുറയാത്ത് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 1ാം സ്ഥാനം നേടിയ കാക്കഞ്ചേരി സ്വദേശി യൂസുഫ് റിയാദ് എംബസിയിൽ കമ്മ്യൂണിറ്റി വെൽഫെയർ വിംഗിലാണ് ജോലി ചെയ്യുന്നത്. 2ാം സ്ഥാനക്കാരനായ പെരിന്തൽമണ്ണ താഴേക്കോത്ത് പുത്തൂർ സ്വദേശി മുഹമ്മദ് അലി ബുഖാരി ഇംഗ്ലീഷ് ബിരുദധാരി കൂടിയാണ്. സ്വർണ്ണ നാണയവും സ്മാർട്ട് ഫോണുമാണ് യഥാക്രമം 1ഉം 2ഉം സ്ഥാനക്കാർക്ക് സമ്മാനമായി നൽകുക. റിയാദിൽ വെച്ച് നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് കോർഡിനേറ്റർമാരായ ബഷീർ എറണാകുളം, നാസർ കരുളായി എന്നിവർ അറിയിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ,
വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളേ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കലയും ആവിഷ്കാരങ്ങളും വഴിവിട്ട് സഞ്ചരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതുതലമുറയെ ദിശാബോധം നൽകി ധർമ്മത്തിന്റെ പാതയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ വാർത്തെടുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് ഡോക്ടർ ഫാറൂഖ് നഈമി പറഞ്ഞു. എന്തിനും ഏതിനും അവരെ കുറ്റപ്പെടുത്താതെ അവരിലുള്ള നന്മ കണ്ടെത്തി അത് സമൂഹത്തിന് ഉപകാരപ്പെടും വിധം സംസ്കരിക്കുക. അനാവശ്യമായ അനുകരണശീലത്തിൽ നിന്നും സാമ്രാജ്യത്വത്തിന്റെ കരാളഹസ്തത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണം. കലയും ആവിഷ്കാരങ്ങളും സംസ്കാര പുരോഗതിക്ക് ഉപകരിക്കുന്നതാവണം. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം പുതുതലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്നതോടൊപ്പം അതിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങളും പ്രശ്നങ്ങളും ഈ സമൂഹാന്തരീക്ഷത്തിൽ ആശങ്ക ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ധർമ്മജാഗരണ യാത്ര പത്തനംതിട്ട ജില്ലയിൽ ആദിക്കാട്ടുകുളങ്ങരയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് ഷിയാഖ് ജൌഹരിയുടെ അധ്യക്ഷതയിൽ CK റാഷിദ് ബുഖാരി, ഹബീബ് അഹ്സനി, അബ്ദുസലാം സഖാഫി, സുധീർ വഴിമുക്ക്, ഹാഷിം തങ്ങൾ, കബീർ തുണ്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സമസ്ത കേരള സുന്നി യുവജന സംഘം SYS മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29-ന് ജില്ലയിലെ 5 കേന്ദ്രങ്ങളിൽ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ സ്മരണാ സംഗമങ്ങൾ സംഘടിപ്പിക്കും. സോൺ പ്രവർത്തക സമിതി അംഗങ്ങൾ, സർക്കിൾ ഭാരവാഹികൾ, യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറിമാർ എന്നിവരാണ് സംഗമത്തിൽ പങ്കെടുക്കുക. എടക്കര, വണ്ടൂർ, നിലമ്പൂർ, അരീക്കോട് സോണുകളിൽ നിന്നുള്ളവർ എടവണ്ണ സുന്നി മസ്ജിദിലും, മഞ്ചേരി, കൊണ്ടോട്ടി, പൊളിക്കൽ, എടവണ്ണപ്പാറ സോണുകളിൽ നിന്നുള്ളവർ കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്ഹിലും, പെരിന്തൽമണ്ണ, കൊളത്തൂർ, കോട്ടക്കൽ, വേങ്ങര, മലപ്പുറം സോണുകൾ മലപ്പുറം വാദിസലാമിലും, തിരൂർ, പൊന്നാനി, എടപ്പാൾ, കുറ്റിപ്പുറം സോണുകൾ ആലത്തിയൂർ സുന്നി മദ്രസയിലും, തിരൂരങ്ങാടി, തേഞ്ഞിപ്പാലം, താനൂർ സോണുകൾ പരപ്പനങ്ങാടി താലീമിലുമാണ് സംബന്ധിക്കുക. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, PKM സഖാഫി ഇരിങ്ങല്ലൂർ, ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി, അബൂബക്കർ മാസ്റ്റർ പടിക്കൽ വിവിധ കേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകും. സംഘ് പരിവാറിന്റെ ദളിത് വേട്ട അവസാനിപ്പിക്കുക, രോഹിത് വെമുലയുടെ മരണത്തിനുത്തരവാദികളായ കേന്ദ്രമന്ത്രിമാരെയും ഹൈദരാബാദ് സർവകലാശാല VCയെയും പുറത്താക്കുക എന്നീ ആവശ്യങ്ങളുയർത്തി SSF സംസ്ഥാന കമ്മിറ്റി നടത്തിയ ധർണയുടെ ഭാഗമായി തൃത്താല ഡിവിഷൻ കമ്മിറ്റി പടിഞ്ഞാറങ്ങാടിയിൽ ധർണ നടത്തി. ദളിതർക്കെതിരെ സംഘ് പരിവാർ തുടരുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുകളിൽ ബഹുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണ ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ധർണയ്ക്ക് ഡിവിഷൻ നേതാക്കളായ ജാഫർ സ്വാദിഖ് സഖാഫി, സഫ്വാൻ റഹ്മാനി, K ബഷീർ, ഹാഫിൽ സയ്യിദ് ഹസനി തുടങ്ങി പ്രമുഖർ നേതൃത്വം നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചാവേർ ആക്രമണമുണ്ടായേക്കുമെന്ന് റിപ്പോർട്ട്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രാജിവെക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അമിത്ഷാ വീണ്ടും BJP ദേശീയ അധ്യക്ഷൻ. ഖത്തറിൽ ഇനി ഫാമിലി വിസിറ്റ് വിസ ലഭിക്കാൻ വാടക കരാർ അറ്റസ്റ്റേഷൻ നിർബന്ധം. കലയും ആവിഷ്കാരങ്ങളും സാംസ്കാരിക പുരോഗതിക്ക് ഉപകരിക്കുന്നതാകണം ഡോക്ടർ ഫാറൂഖ് നഈമി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.